സൈബർ യുദ്ധം അവസാനിക്കുന്നില്ല. മനു തോമസും ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും തമ്മിലുള്ള നവമാധ്യമ പോര് മൂർധന്യത്തിൽ. നേതാവാകാൻ അടികൊള്ളുന്നവനും അടികൊണ്ട് ചോര വാർന്ന ജീവിതം പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച് നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് അർജുൻ ആയങ്കിയും എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ടെന്ന ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരിയും. എന്നാൽ അതേ നാണയത്തിൽ തന്നെ ഉത്തരം നൽകി മനു തോമസും. കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ലെന്നും മനു തോമസ് പ്രതികരിച്ചു. ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്നാണ് അർജുൻ ആയങ്കിയുടെ ആരോപണം. സ്പഷ്ടമായി സംസാരിക്കാനും പ്രസംഗിക്കാനും അറിയുന്നവർക്ക്, പ്രത്യേകിച്ച് അവർ ന്യൂനപക്ഷമാണെങ്കിൽ, അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ലഭിക്കും, സ്ഥാനമാനങ്ങൾ തേടിയെത്തും. ഇതാണ് ഇയാളെയും പാർട്ടിയിലേക്ക് ആകർഷിച്ചതെന്നും അർജുൻ ആയങ്കി പറയുന്നു. മനു തോമസിനെതിരെ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും മനുവിനെതിരെ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ തന്നെ രംഗത്തു വന്നത്. എന്നാൽ ആയങ്കിക്കും തില്ലങ്കേരിക്കും മറുപടി നൽകി മനു തോമസും രംഗത്തെത്തിയിട്ടുണ്ട്. കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ലെന്നാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാർ ആണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നു. ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്നും മനു തോമസ് പറഞ്ഞു. കൊട്ടേഷൻ മാഫിയ സ്വർണ്ണ പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ലെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടെല്ല് നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റക്കായാലും സംഘടനയിൽ നിന്ന് ആയാലും എന്നും മനു തോമസ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്.